മിഡിസബ് രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവ മിഡിസബിന്റെ ഭാഗമാകുന്നു. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, ഏതു തരത്തിലാണ് മിഡിസബിന്റെ രണ്ടാം ഘട്ടം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? ഏറ്റവും പ്രധാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. നിലവിലുള്ള മെഡിസെപ്പ് സംവിധാനത്തിൽ ജീവനക്കാരും പെൻഷൻകാരും വലിയ അതൃപ്തിയാണ്. ഒട്ടേറെ അപാകതകൾ സർക്കാർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിസെപ്പ് ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയോഗിച്ച് മെഡിസെപ്പ് വീണ്ടും പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. ആ നടപടിയിലേക്ക് എത്തുകയാണ്. അടുത്ത ഘട്ടം തുടങ്ങാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനം നിലവിലുള്ള 3 ലക്ഷം പരിധി എന്നത് 5 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിന് പുറമെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഈ കൂടുതൽ ഈ പെൻഷൻകാരെയും ജീവനക്കാരെയും കുടുംബങ്ങളെ കൂടി കണ്ണിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവനക്കാരും പെൻഷൻകാരും മാത്രമല്ല, ഇതിന് പുറമെ സഹകരണ സ്ഥാപനങ്ങൾ, പൊതുമേഖല, ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ മേഖലയിൽപ്പെട്ട അവരെ കൂടി അവരുടെ ആ മേഖലയിലെ പെൻഷൻകാരെയും ജീവനക്കാരെയും കൂടി ESIയുടെ പരിധിയിൽ വരാത്തവരെ കൂടി ഇതിന്റെ ഭാഗമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിൽ 41 സ്പെഷ്യാലിറ്റി ചികിത്സയുടെ ഭാഗമായ 2100-ലധികം ചികിത്സകൾ മെഡിസെപ്പിന്റെ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാൽമുട്ട് മാറ്റിവെക്കലും ഇടുപ്പല്ല് മാറ്റിവെക്കലും പാക്കേജിൽ ഉൾപ്പെടുത്തി. ആദ്യഘട്ട മെഡിസെപ്പിൽ ഒഴിവാക്കിയിരുന്ന 2 ഹൃദ്രോഗ ചികിത്സകളും 11 ഗുരുതര അവയവമാറ്റവും പുതുക്കിയ പാക്കേജിന്റെ ഭാഗമാക്കും. എന്തായാലും നിലവിൽ ഈ മെഡിസെപ്പ് പോളിസിയുടെ കാലയളവ് 3 വർഷം എന്നത് 2 വർഷമാക്കി കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ 2ാം വർഷം പ്രീമിയം നിരക്കിൽ പാക്കേജ് നിരക്കിലും മാറ്റം വരും. അതായത് പ്രീമിയം വർദ്ധിക്കും. നിലവിൽ 500 രൂപ എന്നത് അടുത്ത 2ാം വർഷം ആകുമ്പോൾ വർദ്ധിക്കുമെന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മിഡിസെപ്പിന്റെ രണ്ടാം ഘട്ടം കൂടി ഇപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് പുതിയ വിശദാംശങ്ങൾ നൽകിയത്.